കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ചാണ് ഇന്ന് ആദ്യം സംസാരിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭ അഴിച്ചുപണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള മുതിർന്ന മന്ത്രിമാർക്കുൾപ്പെടെ മാറ്റമുണ്ടായേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കും എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഈ അടുത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കുടുങ്ങിയ കേന്ദ്ര മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരായ പ്രതിഷേധം തന്നെയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉയരുന്നു, പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനിക്കുന്നു, പുനഃപരീക്ഷയും ഒക്കെ നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യമൊട്ടാകെ ഉയർന്നു വന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം തന്നെയായിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അവർ ദിവസങ്ങളോളം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയിരുന്നു. അതുമാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ധർമ്മേന്ദ്ര പ്രധാനെതിരെ രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെ ധർമ്മേന്ദ്ര പ്രധാന് സംരക്ഷണം ഒരുക്കുകയായിരുന്നു BJP കേന്ദ്ര നേതൃത്വം ചെയ്തത്. പക്ഷേ ഇപ്പോഴിതാ മന്ത്രിയെ കൈവിടുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. പകരം നിർമ്മല സീതാരാമൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായേക്കും എന്നൊക്കെയുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ കൈവിടാൻ BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു അനിവാര്യമായ മാറ്റം എന്ന് കണ്ടാൽ മതിയോ പ്രമോദ് സാർ ഇതിനെ? അതിന് പിന്നിൽ മറ്റെന്താണ് രാഷ്ട്രീയം? ദിവ്യ പറഞ്ഞ അത്രത്തോളം കൺഫേംഡ് ആണ് ആ റിപ്പോർട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ മീഡിയയിലൊക്കെ പല രീതിയിലും വന്ന സംഗതികളും പിന്നെ സോഴ്സസിനെ കോട്ട് ചെയ്തിട്ടുമൊക്കെ വിവിധ നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ്. സൂചനകൾ മാത്രമേ ഉള്ളൂ. ആരും അത് കൺഫേം ചെയ്തോ അവരുടെ പാർട്ടി തലത്തിലോ ഗവൺമെൻറ് തലത്തിലോ. മാത്രമല്ല, നമ്മളിത് ഒരു കാലത്തും ഇത്തരം കാര്യങ്ങൾ കൺഫേം ചെയ്ത് കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട. അങ്ങനെയാണെങ്കിൽ എത്ര നന്നായേനെ. ഇതിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ രീതിയും ഇവരുടെ ഫങ്ഷണൽ ഇതുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരിക്കലും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു അറിവും പത്രങ്ങൾക്കെന്നല്ല ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും ഉണ്ടാവില്ല. ഇപ്പം ഈ ധർമ്മേന്ദ്ര പ്രധാനോ നിർമ്മല സീതാരാമനോ പോലും അറിയുന്നുണ്ടാവില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഒന്നോ രണ്ടോ ആളുകളിലേക്ക് മാത്രം ഇപ്പോൾ ചുരുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇൻഫർമേഷനൊന്നും പുറത്തു പോകാത്ത രീതിയിലും അവർ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് അറിയിക്കുന്ന രീതിയിലൊക്കെയുള്ള പ്രവർത്തന രീതിയിലുള്ള ഒരു പാർട്ടിയാണ് BJP. അത് ഇവർ രണ്ടുപേരും ഇതിൻ്റെ തലപ്പത്തെത്തിയതോടുകൂടി അത് വളരെ വളരെ ശക്തമായി നിൽക്കുകയും ചെയ്യുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ വെച്ചാൽ, രാഷ്ട്രപതിയുമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് 2 തവണയായിട്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് എന്നുള്ളതാണ് പൊതുവിൽ കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രിസഭ അഴിച്ചുപണിയിലൂടെ ചില കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നതെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്, അതാണല്ലോ ദിവ്യ ചോദിച്ചത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ ഒരു കാര്യമാണെന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്കൊന്നും മിനിമം വേറൊന്നും ചെയ്യാനില്ല. കാരണം അത്ര കണ്ട് വലിയൊരു കുഴപ്പത്തിലേക്കാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. CBSE പരീക്ഷയുടെ കാര്യത്തിലാവട്ടെ, NTA നടത്തുന്ന ഈ പറയുന്ന 1ഉം 2ഉം അല്ല പല പരീക്ഷകളുടെ കാര്യത്തിലും കുഴപ്പമാണ്. അത് ഇതുവരെ രാജ്യം കാണാത്ത തരത്തിലുള്ള ഒരുപാട് ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച, ആൾമാറാട്ടം, NTA ഈ 2013 ശേഷം ഈ നീറ്റ് പരീക്ഷ ഏർപ്പെടുത്തിയതിന് ശേഷം തന്നെ എത്ര തവണ കോടതി കയറി, എത്ര തവണ കോടതി നിർദ്ദേശങ്ങൾ ഭാഗികമായി റദ്ദാക്കിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. കുറച്ചു പേർക്ക് മാത്രം പുനഃപരീക്ഷ നടത്തിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ആ പരീക്ഷ തന്നെ സമ്പൂർണ്ണമായി റദ്ദാക്കുന്നു, എന്നിട്ട് രണ്ടാമതും നടത്തുന്നു. അതിലും ആൾമാറാട്ടവും പ്രശ്നങ്ങളും വരുന്നു, വീണ്ടും കേസുകൾ വരുന്നു. സോ എന്ന് വെച്ചാൽ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഏറ്റവും കഴിവുകെട്ട നിലയിലേക്കുള്ള സംഗതിയിലേക്ക് അതിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ വകുപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു മിനിമം ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രാജിവെച്ച് പുറത്തു പോവുക. അത് വേറെ ആരെങ്കിലും അത് കൈകാര്യം ചെയ്യട്ടെ, ഏറ്റെടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അത് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാനേ കഴിയില്ല. അങ്ങനെ ഒരു സിസ്റ്റമേ അവിടെ ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒരു സെറ്റപ്പിനകത്ത് ഒരാൾ മോറലായിട്ടൊരു കാര്യം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന കാര്യമൊന്നും നമ്മൾ ആലോചിക്കുകയേ വേണ്ട. വരുന്ന പുതിയ സംഗതികളൊക്കെ അതിൻ്റെ വഴിക്ക് ഒരു ന്യൂ നോർമൽ ലെവലിലേക്ക് അങ്ങ് പോകുന്നുള്ളതല്ലാതെ ഒരാളും അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അപ്പോഴാണ് ഇത് എന്തെങ്കിലും കാരണം ഇത് ഈ നിലയിൽ തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, BJPയെയും NDAയെയും സംബന്ധിച്ചിടത്തോളം വരുന്ന നാളുകൾ വളരെ വളരെ പ്രധാനപ്പെട്ട നാളുകളാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശ് ഇലക്ഷനാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് മൊത്തം രാജ്യത്തെ
പിന്നെ BJP-യുടെയും ഈ ഭരണം തുടരേണ്ടതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ക്രൂഷ്യലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് കരുതലോടെയും ഒരുപാട് മാറ്റങ്ങളോടെയൊക്കെയാണ് അവരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇങ്ങനെ ഒരു വലിയ ഇഷ്യൂ, യുവതലമുറയെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു വിദ്യാഭ്യാസ വിഷയം മുന്നിൽ നിൽക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു കണ്ണിൽ പൊടിയിടുന്ന കാര്യം ചെയ്തേ മതിയാവൂ. ആ കണ്ണിൽ പൊടിയിടലും ഇതിൻ്റെ നാണം മറയ്ക്കലുമാണ് വരാൻ പോകുന്നുണ്ടെങ്കിൽ, ഈ പുനഃസംഘടന എന്ന നിലയിൽ വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും. കാരണം ഒരു രാജിക്കത്ത് ഇപ്പോൾ അവിടെ KJP സമരം നടത്തുന്നുണ്ടല്ലോ, കോക്രോച്ച് ജനതാ പാർട്ടി, ക്ഷമിക്കണം CJP ഈ പിന്നെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ ആ സമരം നടത്തുന്നിടത്ത് അവർ ഒപ്പ് ശേഖരിക്കുന്നുണ്ട്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്കത്ത് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അവർ തയ്യാറാക്കുന്നു, നിങ്ങളിതിൽ വെറുതെ ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതീകാത്മകമായി അവരൊരു കത്ത് തയ്യാറാക്കുന്നു. അതുപോലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ പിന്നെ അതിലേക്കെത്താതെ, ഈ രാജി എന്നതിലേക്ക് എത്താതെ ഒരു അഴിച്ചുപണിയിലൂടെ ധർമ്മേന്ദ്ര പ്രധാനെ സേവ് ചെയ്യുക, അതുപോലെ ഈ മൊത്തം സർക്കാരിനെ സേവ് ചെയ്യുക, ഈ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു പിന്നെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് മുഖം രക്ഷിച്ചെടുക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ്യമെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതായിരിക്കും. ഇനിയിപ്പോൾ നിർമ്മല സീതാരാമനെ ധനവകുപ്പിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറ്റി തീർച്ചയായിട്ടും അവർ വന്നു കഴിഞ്ഞാൽ അവർ ഇതുവരെ അവരുടെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ അവരൊരു പിന്നെ ഇവരുടെ സാമ്പത്തിക നയവും കാര്യങ്ങളൊക്കെ മറ്റൊരു വശത്താണ്. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അവരൊരു എഫിഷ്യൻസി കാണിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ്. ആ നിലയ്ക്ക് ഒരുപക്ഷെ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു മുഖം കാണിക്കാം എന്നതായിരിക്കാം ഉദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ധനമന്ത്രാലയം അപ്പോൾ ആരുടെ കീഴിലാവും? ഇപ്പോൾ മുൻ റിസർവ് ബാങ്ക് ഗവർണറുടെ പേരൊക്കെ പറയുന്നുണ്ട്. രഘുറാം രാജനെയൊന്നും ഒരു കാരണം കൊണ്ടില്ല. ശക്തികാന്ത് ദാസ് ആണോ? ശരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് കേൾക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇതിൻ്റെ ലക്ഷ്യം എല്ലാം സിസ്റ്റമൊക്കെ നന്നാക്കി കളയാം എന്നുള്ളതൊന്നുമല്ല, മുഖം രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. സിസ്റ്റം നന്നാവുക എന്ന് പറയുന്ന പരിപാടിക്ക് ഇതല്ല വേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചേഞ്ച് ഓഫ് ഗാർഡ് അവിടെ ഉണ്ടാവുകയും അതിനനുസരിച്ച് മറ്റ് തരത്തിലുള്ള ഭരണ നടപടികളിലൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതൊരു കാലത്ത് അത് നേരത്തെ ചെയ്യാം. 2024 തന്നെ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ ഇത്ര വലിയ കുഴപ്പമുണ്ടായ സമയത്ത് തന്നെ വേണ്ട നടപടികൾ യഥാർത്ഥം എടുത്തിരുന്നെങ്കിൽ പക്ഷേ 2026 ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയേണ്ടതായിരുന്നു. എത്രയധികം പാഠങ്ങൾ ഉണ്ടായിട്ടും അത് നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ കാണിക്കാൻ പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ചപ്പടി വിദ്യ എന്ന് പറയുന്നത് അത് വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യ മാത്രമാണ്. യെസ് അജിംസ്, പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി അങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് വിവാദത്തിൽ നിന്ന് തലയൂരാൻ കഴിയുമോ BJPക്ക്? ഈ മാറ്റും എന്നുള്ളതൊക്കെ സ്പെക്കുലേഷനാണ്. മാറ്റി ഏതെങ്കിലും ക്യാബിനറ്റ് റീഷഫ്ലിംഗ് നമ്മൾ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാറുണ്ടോ ഈ സർക്കാരിനെ പറ്റി? ഇല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ അങ്ങനെ ഷഫിൾ ചെയ്യും. അവർ പുതിയ ആളുകളെ കൊണ്ടുവരും. ഏത് സംസ്ഥാനത്താണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ നിന്നുള്ള ആളുകൾ കൊണ്ടുവരും. അതൊക്കെയാണ് മോദി സർക്കാരിൻ്റെ ഒരു രീതി. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ക്യാബിനറ്റ് റീഷഫ്ലിംഗ് അല്ല, റിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അയാളോട് രാജിവെക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതെന്തുകൊണ്ട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത്? ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി അതിന് ശേഷം നടന്നിട്ടുള്ള പരീക്ഷാ ക്രമക്കേടുകളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര എണ്ണമാണ്? എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയുണ്ട്. നീറ്റ് PG എക്സാം മുതൽ നെറ്റ് എക്സാം മുതൽ അങ്ങനെ എത്രയധികം എക്സാമാണ്. ഇയാൾ ചുമതലയിരിക്കുന്ന സമയത്താണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് ഈ റിക്രൂട്ട്മെൻറ്റിനുള്ള പരീക്ഷകൾ എടുത്ത് മാറ്റി. ഈ പ്രശ്നങ്ങൾ കാരണം ഇവരാകെ നടത്തുന്ന നീറ്റും നെറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, യോഗ്യതാ പരീക്ഷകൾ. അപ്പോൾ ഇത് ആവർത്തിച്ച് വരികയാണ്. ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വരുമ്പോഴാണ് ഇയാളുടെ റെസിഗ്നേഷൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ മോദി സർക്കാരിൻ്റെ ഒരു ഗുണം 2014 മുതൽ 2026 12 വർഷം എടുത്തു പോയി കഴിഞ്ഞാൽ അങ്ങനെ രാജിവെക്കണമെന്ന് പൊതുസമൂഹത്തിൽ നിന്നോ പ്രതിപക്ഷത്തു നിന്നോ ആവശ്യം ഉയർന്നതിന് പേരിൽ ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടോ? ആകെ ഒരൊറ്റ ഒരാളാണ് രാജിവെച്ചത്, MJ അക്ബർ. MJ അക്ബറിന് രാജിവെക്കാൻ കാരണം എന്താ? അയാൾക്ക് ഒരു മീറ്റു അലിഗേഷൻ വന്നു, അതുകൊണ്ട് രാജിവെച്ചു. എന്നല്ലാതെ ഒരാളും രാജിവെച്ചിട്ടില്ല. അപ്പോൾ ഇതിലും രൂക്ഷമായ ഒരു മന്ത്രി രാജിക്കത്ത് കൊടുത്തിരുന്നു. ഞാൻ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് കത്ത് കൊടുത്തു പ്രധാനമന്ത്രിക്ക്. സുരേഷ് പ്രഭു, അത് റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു 2014 ഗവൺമെൻറ്റിൽ. മോദി പറഞ്ഞു രാജ്യം വെക്കേണ്ടതെന്ന് പറഞ്ഞു. കാരണം നിരന്തരം ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം പഴയ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയൊക്കെ ഉദാഹരണം പോലെ അയാൾ രാജിവെക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ 2017 ആയപ്പോൾ അദ്ദേഹത്തെ ക്യാബിനറ്റ് റീഷഫ്ലിംഗ് ഒഴിവാക്കി. പിന്നെ ആ പേര് നമ്മൾ കേട്ടിട്ടേ ഇല്ല. അദ്ദേഹം ചെയ്ത അക്ഷന്തവ്യമായ തെറ്റ് രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ളതായിരുന്നു. ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു, രാജ്യസന്നദ്ധത അറിയിച്ചു. അത് പിന്നെ ആ പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ? സുരേഷ് പ്രഭു ആ പേര് കേട്ടിട്ടില്ല. പിന്നെ രാജി ആവശ്യം ഉയർന്നിട്ടുള്ള മറ്റൊരാൾ ഇവരാണ്. എന്താണ്? സ്മൃതി ഇറാനിക്കെതിരെ ഉയർന്ന രോഹിത് വെമുലയുടെ സൂയിസൈഡ്, അതിനുശേഷം ഉണ്ടായ പ്രൊട്ടസ്റ്റുകൾ,
പിന്നെ ഇവരുടെ തന്നെ സർട്ടിഫിക്കറ്റ് വിവാദം, ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് വരുന്ന ചോദ്യങ്ങൾ, അതിൽ രാജി ആവശ്യം വെച്ചു വന്നില്ല. പിന്നെ അവരെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നെടുത്ത് മാറ്റി ടെക്സ്റ്റൈൽസിലേക്ക് മാറ്റി. കായിക മന്ത്രിയുടെ ഒരു റെസിഗ്നേഷൻ ആവശ്യം ഉണ്ടായിരുന്നില്ല, നമ്മുടെ കായിക താരങ്ങളൊക്കെ സമരം പിന്നെ ഞാൻ പറഞ്ഞ എത്രയോ മന്ത്രിമാരുടെ രാജി ആവശ്യം വന്നിട്ടുണ്ട്, അത് പരിഗണിക്കാറില്ല. അപ്പം അങ്ങനെ വലിയ പ്രശ്നം വരുവാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു റീഷഫ്ലിംഗ് നടത്തിയിട്ട് വകുപ്പ് മാറ്റി കൊടുക്കും. അതല്ല റിസൈൻ ചെയ്യുക എന്നുള്ളൊരു രീതി, അതായത് പബ്ലിക് പ്രൊട്ടസ്റ്റിനെ തുടർന്ന് ഒരു പ്രഷറിനെ തുടർന്ന് റിസൈൻ ചെയ്യുക എന്നുള്ളൊരു പ്രസിഡന്റ് മോദി വയ്ക്കില്ല, അങ്ങനെ ചെയ്യില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. അവരുടെ തത്വം അതാണ്. നിങ്ങളുടെ എതിർപ്പുകൊണ്ട് മന്ത്രി അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എത്രയോ മന്ത്രിമാരുടെ ഇപ്പോഴത്തെ അശ്വിനി വൈഷ്ണവ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മന്ത്രിയാണ് ഈ മന്ത്രിസഭയിൽ. അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എത്രയോ റെയിൽ അപകടം ഉണ്ടായി. അയാൾ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജിവെച്ചോ? ഇല്ല. അങ്ങനെ ഒരാളും രാജിവെക്കില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ വിഷയത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് നിരന്തരം ആവർത്തിക്കുന്നുള്ളതാണ്. ഒരിക്കൽ സുപ്രീം കോടതി ഇടപെട്ടൊരു ഒരു കേസുണ്ട്. ഒരു ഹരിയാനയിലെ ഈ നീറ്റ് എക്സാം തന്നെ 2024 ഹരിയാനയിലൊരു എക്സാം നടക്കുകയാണ്. ഹരിയാനയിലൊരു കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച 10-16 വിദ്യാർത്ഥികൾക്ക് ടോപ്പ് റാങ്കിങ്ങിൽ വരുന്നു. എന്നിട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ട് ഒരു അന്വേഷണം നടത്തി കുറേ പേര് അറസ്റ്റ് ചെയ്തു. വല്ലതും ഉണ്ടായോ? അതായത് 2024, 25, 26 അടുപ്പിച്ച് 3 വർഷം ഈ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ മോദി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉത്തരവാദി മന്ത്രിയാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയ അയാൾ മാറ്റില്ല. അയാൾ റിസൈൻ ചെയ്യാൻ പോകുന്നില്ല. പകരം ഒരു റീഷഫ്ലിംഗ് വന്നിട്ട് വകുപ്പ് മാറ്റി കൊടുക്കും. കാരണം ഈ ധർമ്മേന്ദ്ര പ്രധാൻ 2014 മുതൽ തന്നെ മോദി മന്ത്രിസഭയിലുള്ള ആളാണ്. അയാൾ മുമ്പ് പെട്രോളിയം മന്ത്രിയായിരുന്നു. ഈ മോദിയുടെ വളരെ പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ്, ഇപ്പോൾ ഉജ്ജ്വല യോജനയൊക്കെ, ഗ്യാസ് സിലിണ്ടറിൻ്റെ പദ്ധതി, അതൊക്കെ നടപ്പാക്കിയ ആൾ എന്നുള്ളൊരു ഖ്യാതി ഇയാൾക്കുണ്ട്. ഒഡീഷ എന്നുള്ള നേതാവാണ്, BJPയുടെ റാങ്ക് ആൻഡ് ഫയൽ ഉണ്ടായിരുന്ന ആളാണ്. അതിൻ്റെ ഇടയിൽ കേട്ടു ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് അയാൾ ഒഡീഷ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നു. ചിലപ്പോൾ അതൊക്കെ ആക്കി. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രാജിവെച്ച് പോവില്ല. കുറെ കൂടി നല്ല പോസ്റ്റ് കൊടുത്ത ഒരുപാട് ഇങ്ങനെ ഒരാളെ തന്നെയാണ് അവിടെ മുഖ്യമന്ത്രി ആക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ രാജി എന്നൊരു സംഭവം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കേ വേണ്ട. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. പകരം റീഷഫ്ലിംഗ് ഒക്കെ നടന്നേക്കാം. ചിലപ്പോൾ UP ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നേക്കാം. ഇപ്പോൾ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഒരു UP ഇലക്ഷനുമായി ബന്ധപ്പെട്ട് UP നിന്ന് കുറേ പേര് ഇതിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരു റീഷഫ്ലിംഗ് ഉണ്ടായേക്കാം എന്നല്ലാതെ രാജി എന്ന വാക്ക് മോദിയുടെ നിഘണ്ടുവിലില്ല. യെസ്, അങ്ങനെ വേണം കരുതാൻ. എന്തായാലും CJP പ്രവർത്തകർ എത്ര ദിവസങ്ങൾ അവിടെ പ്രതിഷേധം നടത്തിയാലും സമരം നടത്തിയാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. ഒരു പക്ഷേ പുനഃസംഘടന വരുമ്പോൾ അദ്ദേഹത്തെ മാറ്റിയേക്കാം. പകരം നിർമ്മലാ സീതാരാമനെ പോലെ മറ്റാരെങ്കിലുമൊക്കെ വന്ന് ഒരു പക്ഷേ മുഖം രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായേക്കാം. അതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്.